ഇന്ന് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലെ പുതിയൊരു ടേം പരിചയപ്പെടാം. അതാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ് അഥവാ ഓഹരി വിഭജനം. സ്റ്റോക്ക് സ്പ്ലിറ്റ് എന്നത് ഒരു കമ്പനി തന്റെ ഓഹരികൾ ചെറിയ വിലയിൽ കൂടുതൽ നിക്ഷേപകർക്ക് ലഭ്യമാക്കാൻ ചെയ്യുന്ന പ്രക്രിയയാണ്. ഇതിൽ ഓഹരികളുടെ എണ്ണം കൂടും, പക്ഷെ നിങ്ങളുടെ മൊത്തം ഇൻവെസ്റ്റ്മെന്റ് മൂല്യം മാറില്ല. നമുക്ക് ഇതിനൊരു എക്സാമ്പിൾ നോക്കാം. റിലയൻസ് ഷെയർ 1:2 എന്ന റേഷ്യോയിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നു. ബിഫോർ സ്പ്ലിറ്റ് ഒരു ഷെയറിന്റെ വില 2400 രൂപയാണ്. ആഫ്റ്റർ സ്പ്ലിറ്റ് ഒരു ഷെയറിന്റെ വില 1200 രൂപയാകുന്നു. ഇതാണ് സ്റ്റോക്ക് സ്പ്ലിറ്റ്. കമ്പനികൾ എന്തിനായിരിക്കും സ്റ്റോക്ക് സ്പ്ലിറ്റ് നടത്തുന്നത്? നിക്ഷേപകർക്ക് വില കുറഞ്ഞ ഓഹരികൾ ലഭിക്കാനും, ബൈയിങ് ആൻഡ് സെല്ലിംഗ് എളുപ്പമാക്കാനും, മാർക്കറ്റ് ഡിമാൻഡ് ആൻഡ് ഇൻവെസ്റ്റർ ഇൻട്രസ്റ്റ് വർദ്ധിപ്പിക്കാനും, സർട്ടൻ ഇൻഡസ്ട്രികളിൽ എൻട്രി നേടാനുമാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലെ ചില സ്റ്റോക്ക് സ്പ്ലിറ്റ് എക്സാമ്പിൾ നോക്കാം. TCS 1:2 സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻഫോസിസ് 1:5 സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. റിലയൻസ് 1:2 വിപ്രോ 1:3 സ്റ്റോക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ലോ പ്രൈസ് മോർ ബയേഴ്സ് മാർക്കറ്റ് ഗ്രോത്ത് എന്നാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. കൂടുതൽ അറിവുകൾക്കും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായി പേജ് ഫോളോ ചെയ്ത് കോൺടാക്ട് ചെയ്യും.